ഗായ്സ് അങ്ങനെ സമയം 5:30 പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരണം. ഫ്രണ്ട്സൊന്നും അല്ല, ഫ്രണ്ട് ഒരാളേ ഉള്ളൂ, കൂടെ പഠിച്ച ആൾ. അടുത്താണ്, ഏകദേശം ഒരു 2-3 കിലോമീറ്റർ വരുന്നുള്ളൂ. ഞാൻ നടന്നാണ് പോകുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് ഞാനിവിടെ എല്ലാ ആഴ്ചയും പോയി കാണുന്നതാണ്. ഇപ്പം കൂടെ പഠിച്ചിരുമ്പോൾ മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ, ബാക്കി എല്ലാവരും പുറത്താണ്. കാനഡ, UK പഠിച്ചവരൊക്കെ അങ്ങ് വെളിയിലൊക്കെ ജോലിയാണ്, ദുബായ്. ഞാൻ മാത്രമേ ഉള്ളൂ നാട്ടിലുള്ളൂ ഇപ്പോൾ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഞാൻ നടന്നാണ് പോകുന്നത്. ഏകദേശം അറൗണ്ട് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ഇവിടെ നിന്ന്. അപ്പോൾ നിങ്ങൾ കരുതുന്നത് നടന്ന് പോകുന്നതാണല്ലേ. വണ്ടിയുണ്ട് ഗായ്സ്, പക്ഷേ ഓടിക്കാൻ അറിയത്തില്ല, അതാണ് പ്രശ്നം. ലൈസൻസും ഇല്ല. അപ്പോൾ എന്തായാലും നടക്കാം. ഇതിൽ കൂടെ നടന്നു പോകുന്നത് വളരെ ഡേഞ്ചറാണ്. കാരണം വണ്ടിക്ക് പോകാൻ 3 സ്ഥലമില്ല. അപ്പം നടന്നു പോകുന്നതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പം റോഡിൻ്റെ അവസ്ഥ നോക്കിയാണ് ഗായ്സ്. ഒരു സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 ആണിത്. സ്റ്റേറ്റ് ഹൈവേ SH1 അവസ്ഥ നോക്കിയ MC റോഡാണ്. അവസ്ഥ നോക്കിയാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. MC റോഡാണ്, പക്ഷെ കണ്ടാൽ പറയത്തില്ല. അങ്ങനെയാണ് അവിടെ പോകുന്നത്. ഏകദേശം ഇനിയുണ്ട് ഒരു 2 കിലോമീറ്ററിന് മുകളിലുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു എന്താ പറയുക, പച്ചക്കറി കടയാണ്. ഇവിടുത്തെ പ്രത്യേകം എന്ന് പറയുമ്പം അവരുടെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്ത സാധനങ്ങളായിരിക്കും അവർ അവിടെ വിൽക്കുന്നത്. അതായത് വിഷമടിക്കാത്ത സാധനങ്ങൾ. പെർഫെക്റ്റാണ്, ഇങ്ങനെ പറയാം. അതാണ് സംഭവം. സൈഡ് പിടിച്ച് നടക്കാൻ പറ്റത്തില്ല, വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറം സൈഡ് നടക്കേണ്ടി വരും. അങ്ങനെ ക്രോസ് ചെയ്തിട്ട് നടക്കുകയാണ്. വനമേഖലയാണ്, കുറച്ച് ഏകദേശം അപ്പുറത്തുള്ളത് കണക്കാണ് ഗൈസ്. ഇവിടെ ബുദ്ധിമുട്ടാണ് നടക്കാൻ. ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം നടന്നു. ഇനി കുറച്ച് 1 കിലോമീറ്റർ ഏകദേശം നടക്കാനുണ്ട്. അങ്ങനെ MC റോഡിൽ നിന്ന് ഒരു ചെറിയൊരു വഴി അങ്ങോട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോകണം, എന്നാലും എൻ്റെ വീടെത്തത്തുള്ളൂ. ഓക്കെ, ഏകദേശം സന്ധ്യയായി, ഇരുട്ടാവാറായി. അങ്ങനെ ഗൈസ് ഏകദേശം വീടെത്താറായി. വല്ലപ്പോഴാണ് നടക്കുന്നുണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നടക്കാനേ. അങ്ങനെയൊക്കെ ഇതൊക്കെയും. അങ്ങനെ വീടെത്തി. അപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, വിളിച്ച് നോക്കിയില്ല. വീട്ടിൽ നോക്കാം. അവൻ്റെ വണ്ടി അവിടെ ഉണ്ട്, ഒന്ന് വിളിച്ച് നോക്കാം. ഇവന് ഒഴിവ് സമയങ്ങളിൽ കൃഷി ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇവന് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് പഞ്ചായത്തിൽ നിന്ന്, കൃഷി അവാർഡ്. ചെറിയ തെങ്ങിൽ തേങ്ങ, റംബൂട്ടാൻ. 1 eternity later. കഴിഞ്ഞ കുറച്ച് വർക്കിലായിരുന്നു. പുള്ളിക്ക് വർക്ക് ഫ്രം ഹോമാണ്, അപ്പം വന്നു. അങ്ങനെ പുള്ളിയായിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് വീട്ടിൽ. 7:30 ആയി.